ഞാൻ അമ്പലക്കള്ളനോ അമ്പലം വിഴുങ്ങിയെന്നോ ഒന്നും വിളിക്കുന്നില്ല. അത് വളരെ കടുത്തൊരു വാക്കാണ്, കേൾക്കുമ്പോൾ എനിക്ക് പോലും വിഷമമാണ്. പക്ഷേ ആ സ്വർണം പതിഞ്ഞ അല്ലെങ്കിൽ സ്വർണം പൊതിഞ്ഞ ചെമ്പ് പാളികൾ എവിടെയെന്നുള്ള ഉത്തരം കിട്ടിയേ പറ്റൂ. ശ്രീ രാഹുൽ ഈശ്വർ, ഇവിടെ ഇപ്പോ ആരൊക്കെ അറിഞ്ഞാൽ ഇത് നടക്കുമെന്ന പ്രശ്നമുണ്ട്. ഈ ശ്രീകോവിലുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ശ്രീകോവിലിന്റെ പ്രിമൈസസിലുള്ള ആചാരപരമായി തന്നെ പ്രാധാന്യമുള്ള കാര്യങ്ങളിലൊക്കെ തന്ത്രിക്കൊരു സേ ഉണ്ടല്ലോ. ഇവിടെ ഇപ്പോൾ മഹസറിൽ ഒപ്പിട്ടിരിക്കുന്നത് തന്ത്രിയും മേൽശാന്തിയും പിന്നെ ഈ റിസീവ് ചെയ്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയുമാണ്. ശ്രീകോവിലിന്റെ സമീപമുള്ള ദ്വാരപാലക ശില്പങ്ങൾ മങ്ങുന്നു. അപ്പോൾ അതിന് തിളക്കം കൂട്ടേണ്ടതുണ്ട്, അറ്റകുറ്റപ്പണി നടത്തേണ്ടതുണ്ട്. ഇതിലൊക്കെ തന്ത്രിയുടെ സേയും വളരെ പ്രധാനമാണ്. ദേവസ്വം ബോർഡ് മാത്രം അഡ്മിനിസ്ട്രേറ്റീവായിട്ട് മാത്രം എടുക്കാൻ കഴിയുന്ന തീരുമാനങ്ങളും നടപടികളുമാണോ ഇവ? ഇതൊരു പക്ഷേ കാണാമെന്ന് എനിക്ക് തോന്നുന്നു. മാതൃഭൂമി തന്നെ പുറത്തു വിട്ടതാണ്. എൻ്റെ മുത്തശ്ശനായിരുന്ന ബ്രഹ്മശ്രീ കണ്ഠര് മഹേശ്വര്, ശ്രീശാന്ത് അടക്കമുള്ളവർ 2013 ശബരിമലയിൽ ഉണ്ടായിരുന്ന ചിത്രമാണ്. ഞാനടക്കം ഈ സമയത്ത് ആ ശബരിമലയിലുണ്ട്. ഇതിൽ കൃത്യമായി കാണാൻ കഴിയുന്നില്ലേ, ഇത് ഗോൾഡ് ക്ലാഡഡ്, ഗോൾഡ് പ്ലേറ്റഡ്, സ്വർണം പൂശൽ, സ്വർണം പതിക്കൽ, എന്ത് പേര് വിളിച്ചാലും എല്ലാ പേരും പറയുന്നതിന്റെ റീസൺ എന്താ അറിയാമോ? ഇല്ലെങ്കിൽ അത് പറഞ്ഞ് കറക്റ്റ്. അപ്പോ ഇത് സഖാവ് അരുൺകുമാർ കാണുന്നില്ല. എനിക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായി ഇഷ്ടമാണ്, ആദരവാണ്. അദ്ദേഹം സത്യസന്ധനാണെന്ന് എനിക്കറിയാം. പക്ഷേ കള്ളം ചെയ്തവർക്ക് കൂട്ടു നിൽക്കരുത്. ചരിത്രം അങ്ങനെ വിലയിരുത്തുന്ന കാര്യം മറക്കരുത്. അതായത് രണ്ട് വാദങ്ങളുണ്ട് എന്ന് ധ്വനിപ്പിക്കാൻ വേണ്ടി ചെമ്പാണോ സ്വർണമാണോ എന്നൊന്നും അറിയില്ല എന്നൊന്നും പറയരുത്. ഇത് സ്വർണമാണെന്ന് കണ്ണുള്ള ഏതൊരുത്തരും കണ്ടാൽ അറിയാം. അതായത് ഇത് ഗോൾഡ് ക്ലാഡഡ് തന്നെയാണ്. 2013 അടക്കമുള്ള വിഷ്വൽസ് ഉണ്ട്. 1998-99 മാതൃഭൂമിയിൽ റിപ്പോർട്ട് ചെയ്യുകയും ശ്രീ അഭിലാഷ് അടക്കം തലേ ദിവസങ്ങളിൽ ചർച്ചകളിൽ പറയുന്നത് കൃത്യമായിട്ടുണ്ട്. ദ്വാരപാലക ശില്പങ്ങൾ ഗോൾഡ് ക്ലാഡഡ് ആണ്, ഗോൾഡ് പ്ലേറ്റഡ് ആണ്, സ്വർണം പൂശിയതോ സ്വർണം പതിച്ചതോ ആണ്. അതെവിടെ എന്നുള്ളതാണ് ചോദ്യം. രണ്ട്, ഇനിയും ഇതുവരെ ഇതൊരു വീഴ്ചയാണ് എന്ന രീതിയിലാണ് ആൾക്കാർ കണ്ടത്. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇതൊരു ക്രിമിനൽ കുറ്റമാണെന്നാണ്. ഇതുവരെ നമ്മൾ എറർ ആണോ എന്നാണ് സംശയിച്ചത്. ഇപ്പോൾ നമ്മൾ മോഷണമാണോ എന്നാണ് സംശയിക്കുന്നത്. ഇനി രണ്ട്, ചില ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത് കൊണ്ടുപോയ പാളികളല്ല തിരിച്ചു കൊണ്ടുവന്നത്, പുതിയ പാളികളാണെന്നാണ്. അങ്ങ് ശരിയായി സൂചിപ്പിച്ചതുപോലെ ശ്രീരാംപുര എന്ന് പറയുന്ന ബാംഗ്ലൂരിലെ അയ്യപ്പ ക്ഷേത്രത്തിനടുത്ത് ഇത് കൊണ്ടുപോവുകയും ഹൈദരാബാദിലും ചെന്നൈയിൽ വെച്ച് പുതിയ ചെമ്പ് പാളികൾ നിർമ്മിച്ച് തിരിച്ചു കൊണ്ടുവന്നു എന്നുള്ളതാണ് മാധ്യമങ്ങളടക്കം പുറത്തു കൊണ്ടിരുന്ന വിവരം. ഉണ്ണികൃഷ്ണ പോറ്റിക്ക് ആര് അധികാരം നൽകി ആ അല്ലെങ്കിൽ ആ സ്വർണം പതിഞ്ഞ ചെമ്പ് പാളികൾ മാറ്റാൻ? ഉണ്ണികൃഷ്ണ പോറ്റിക്ക് എന്ത് റൈറ്റ് ഉണ്ട്? അങ്ങേക്ക് ഓർമ്മ കാണും, കഴിഞ്ഞ തവണ ഇതേപോലെ ഒരു ഉണ്ണികൃഷ്ണ പണിക്കരായിരുന്നു, പരപ്പനങ്ങാടി ഉണ്ണികൃഷ്ണ പണിക്കർ. അദ്ദേഹത്തിന്റെ 90-100 കോടി രൂപയ്ക്കുള്ള അഴിമതി ദേവസ്വ പ്രശ്നം, അന്നത്തെ ദേവസ്വ പ്രശ്നമായിരുന്നു. അത് പൊളിക്കാൻ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ആ പ്രശ്നം എടുത്തുകൊണ്ട് ഞാൻ നികേഷ് സാറിനെ, റിപ്പോർട്ടർ, അന്നത്തെ ഇന്ത്യ വിഷന് വന്ന് കാണുകയും നിങ്ങളടക്കമുള്ള മാധ്യമപ്രവർത്തകരെ കാണുകയും ചെയ്തു. അതൊരു 100 കോടി രൂപയുടെ അഴിമതിക്കുള്ള ശ്രമമായിരുന്നു. അങ്ങനെയാണ് ജയമാലയെ തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുവന്നത്. ഇത് മറ്റൊരു ഗൂഢാലോചനയാണോ എന്ന് സംശയിക്കുന്നതിന്റെ പ്രസക്തി എവിടെയാണ്? രണ്ട് കാര്യങ്ങളിൽ ആർക്ക് സംശയം വേണ്ട. ഒന്ന്, 1998-99 കാലങ്ങളിൽ 30.3 കിലോഗ്രാം സ്വർണം ശബരിമലയിൽ പതിച്ച് പൂശിയ കാലഘട്ടങ്ങളിൽ ദ്വാരപാലകന്മാർക്ക് സ്വർണം ഉണ്ടായിരുന്നു. രണ്ട്, 2013 കാലഘട്ടങ്ങളിൽ ദ്വാരപാലകന്മാരുടെ ചെമ്പിന് മേൽ സ്വർണം പതിച്ചിരുന്നു. ആ സ്വർണം എവിടെയെന്ന് ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. ബാക്കി 2013 പ്രസിദ്ധീകരിച്ച ആ ചിത്രം ഇപ്പോൾ സ്ക്രീനിൽ കാണാം. രാഹുൽ തുടർന്നോളൂ. കറക്റ്റ്. ഇനി ഒരു കാര്യം കൂടെ, ബാക്കി ആൾക്കാർക്കൊന്നും ഉത്തരവാദിത്തമല്ല, ആരെയും പേരെടുത്ത് പറയുന്നില്ല. ഞാൻ സാധാരണ അയ്യപ്പ വിശ്വാസിയായിട്ട്, അയ്യപ്പ ഭക്തനായിട്ട്, ഒരു വലതുപക്ഷ ആക്ടിവിസ്റ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. ഇതിൽ തന്ത്രിയോ പൂജാരിയോ മേശാന്തിമാർക്കോ അല്ല, ദേവസ്വം ബോർഡിനാണ് റെസ്പോൺസിബിലിറ്റി. ഓർക്കുക, പൂജ ആചാരപരമായ കാര്യങ്ങളിൽ മാത്രമാണ് തന്ത്രി അവസാന വാക്ക്. അതിന്റെ അറ്റകുറ്റപ്പണികളിൽ തന്ത്രി അല്ല അവസാന വാക്ക്. അത് ദേവസ്വത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യമാണ്. അതായത് ഏത് അമ്പലത്തിലും റിച്വലിസ്റ്റിക് ഹെഡാണ്, ദേവന്റെ പിതാവാണ്, DTയുടെ അച്ഛനാണ് തന്ത്രി. തന്ത്രിക്ക് ആചാരപരമായ കാര്യങ്ങളിൽ പരമാധികാരമേ ഉള്ളൂ. അറ്റകുറ്റപ്പണിയിൽ തന്ത്രിക്കല്ല പരമാധികാരം. ആ പരമാധികാരമുള്ള ദേവസ്വം ബോർഡാണ്. ദേവസ്വം ബോർഡിന് ഉത്തരം പറഞ്ഞേ പറ്റൂ. ഞാൻ അമ്പലക്കള്ളനോ അമ്പലം വിഴുങ്ങിയെന്നോ ഒന്നും വിളിക്കുന്നില്ല. അത് വളരെ കടുത്തൊരു വാക്കാണ്, കേൾക്കുമ്പോൾ എനിക്ക് പോലും വിഷമമാണ്. പക്ഷേ ആ സ്വർണം പതിഞ്ഞ അല്ലെങ്കിൽ സ്വർണം പൊതിഞ്ഞ ചെമ്പ് പാളികൾ എവിടെയെന്നുള്ള ഉത്തരം കിട്ടിയേ പറ്റൂ. കിട്ടുന്നത് വരെ കേരളത്തിലെ ജനങ്ങളും മാധ്യമങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ പോവുകയാണെങ്കിൽ 1-2 ആഴ്ചക്കുള്ളിൽ ഒരു അറസ്റ്റിലേക്കാണ്, ചിലരുടെ അറസ്റ്റിലേക്കാണ് പോകുന്നത് എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയില്ല.